ശുദ്ധീകരിക്കാൻ ചെയ്യും, നാമസങ്കീർത്തനം തന്നെ ചെയ്യും. ആത്മാവിലിരിക്കുന്ന ഭഗവാനെ അവിടെ ഇരിക്കപ്പോഴില്ല. കാരണം അനവധി കാലങ്ങളായിട്ട് കട്ട പിടിച്ച് കിടക്കുന്ന അവിടെ ഒരു പാറാണ്ടല്ലാണ്. അത് അറിയിച്ചു കളഞ്ഞാലല്ലേ ഭഗവാൻ അവിടെ ഇരിക്കാൻ സാധിക്കുള്ളൂ. അഗ്രേ പശ്യാവിരേഖോ നിബിഡതരകളായ വലിയോപനീയം അല്ലേ? അവിടെ ഇരിക്കാൻ സാധിക്കണമെങ്കിൽ അത് വേണം. നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം, മാലിന്യമെല്ലാം അകറ്റിയിരിക്കണം, എല്ലാവരോടും സ്നേഹഭാവത്തിൽ സംസാരിക്കണം. നമ്മൾ ഈ ലോകം വിട്ടുപോയാലും കുറേ ദിവസമെങ്കിൽ നമ്മളെ പറ്റി പറയണം ജനങ്ങൾ, അല്ലേ? നല്ല ആളായിരുന്നു, നല്ല സ്ത്രീയായിരുന്നു, ഇതുപോലെ നാശം കൊണ്ടുപോയി പോട്ടെ, അങ്ങനെയല്ല പറയുന്നത്. കുറച്ചു കാലം കൂടി ഭൂലോകത്തിനുള്ള പേരുണ്ടാകാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് വേണം? സത്കർമ്മങ്ങളെ ചെയ്യണം, സത്സ്വഭാവത്തോടു കൂടിയിരിക്കണം, നല്ല വാക്കുകൾ സംസാരിക്കണം, സജ്ജനങ്ങൾ നല്ലത് പറഞ്ഞു കൊടുക്കണം, ഭഗവാന്റെ തമ്മിൽ കണ്ടുവിട്ടുമ്പോൾ ഭഗവാന്റെ കഥ പറയണം, ഭഗവൻ നാമം ജപിക്കണം, ക്ഷേത്രത്തിൽ പോവാന്ന് ചോദിക്കണം. നാളെ ഞാൻ ഗുരുവായൂരിൽ പോകണ്ടേ, നീ വരുന്നുണ്ടോ? നാളെ ഈരായിട്ട് നടക്കുന്നുണ്ട് അവിടെ എളുപ്പത്തോടെ ആദിത്യം, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കണം. ഞാൻ വരാമെന്ന് പറയണം. ഞാനും കേട്ടോ, നീ പൊക്കോളും. അങ്ങനെയാണ് ആളിന്റെ വരാനുള്ള അത്രയും ഭാഗ്യം ചെയ്തിട്ടില്ല എന്നർത്ഥം. കർമ്മദോഷം തീർന്നിട്ടില്ല. കർമ്മങ്ങൾ തീർന്നാലല്ലേ യജ്ഞയിൽ എത്താൻ സാധിക്കുള്ളൂ. കർമ്മം സത്കർമ്മങ്ങളായിരുന്നാൽ മാത്രമല്ലേ ആ ഭഗവാന്റെ പാതാളത്തിൽ ആശ്രയിക്കാൻ സാധിക്കുള്ളൂ. വേണ്ടാത്ത കർമ്മങ്ങളൊക്കെ ചെയ്ത അവസാനം കഷ്ടപ്പെട്ട മനസ്സിൽ കിടന്ന് വെച്ചുമാറി ഒക്കെ വരുത്തി വരും. സത്കർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ഈ ദേഹത്തിനെ ശുദ്ധീകരിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിനെയും ശുദ്ധീകരിക്കണം. അപ്പോൾ ആത്മാവിൽ ഭഗവാൻ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാമസങ്കീർത്തനാദികളെ കൊണ്ട് ആ ഹൃദയത്തിനെ ശുദ്ധീകരിച്ച് ആത്മസാക്ഷാത്കാരത്തിനെ അവിടെ പ്രതിഷ്ഠിക്കണം. അങ്ങനെ ആ ഭഗവാൻ അമ്മയ്ക്ക് ഉപദേശിച്ചതുപോലെ സർവചരാചരങ്ങളുടെയും സർവ്വലോകത്തിലെയും നാഥനായിരിക്കുന്ന ഞാൻ ഒരേ അനങ്ങിയാൽ എനിക്കറിയാവുന്നത് വരെ ഞങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ഓരോരോ പ്രവൃത്തികളും ഭഗവാൻ കാണുന്നുണ്ട്. അതൊക്കെ ചിത്രഗുപ്തൻ കണക്ക് ബുക്കിൽ ലാപ്ടോപ്പിൽ കയറ്റി വെക്കണമെന്നുണ്ട്. മൊത്തത്തിൽ അവിടെ ഇപ്പൊ ചിത്രകുട്ടിയമ്മ വന്നുവോ പാലക്കാട്ടിൽ നിന്നാണ് എത്ര വയസ്സ് 85 എത്രയൊക്കെ അന്നദാനം നടത്തിയിരുന്ന ചിത്രഗുപ്താന്ന് പറയുന്നത്. അതനുസരിച്ച് നരകം കൊടുക്കണേ. 28 നരകങ്ങളുണ്ട് എന്ന് ഒരു പരിചയത്തിൽ വാടി കൊടുത്തു. അനവധി നൂറിൽപ്പരം നരകങ്ങളാണ് യമധർമ്മരാജന്റെ അടുത്തെന്നാണ് പറയുന്നത്. അതിൽ 28 പാടി കൊടുത്തിട്ടുണ്ട്. 28 ബന്ധം മതി, അത് തന്നെ ഭയമായിരിക്കും. ഇങ്ങനത്തെ കാറ്റുകൾ പാടുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ നരകവേദനകളൊന്നും അനുഭവിക്കാതെ നേരെ ഭരണം കിട്ടിയവിടെ തന്നെ നേരെ ചന്ദ്രലോകത്തിലേക്കും പിന്നെ ബ്രഹ്മലോകത്തിലേക്കും അവിടെ നിന്ന് അനന്തലോകത്തിലേക്കും അനന്തന്റെ ലോകത്ത് നിന്ന് നേരെ മുക്തിയിലേക്ക് പോകാൻ നമുക്ക് സാധിക്കണം. എന്നാൽ